കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും പേരുകളാണെന്നും എല്ലാവിധ തെളിവുകളുണ്ടായിട്ടും ഇരുവരെയും അറസ്റ്റ് ചെയ്തില്ലെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. തന്ത്രി എല്ലാ വസ്തുക്കളുടെയും സംരക്ഷകനല്ല. ആചാരലംഘനം നടത്തിയതിന് കേസെടുത്താൽ ആദ്യം മുഖ്യമന്ത്രി പിണറായിക്കെതിരെ വേണം കേസെടുക്കാൻ. പിണറായി പലതവണ ആചാരലംഘനം നടത്തിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തന്ത്രി ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. ആചാരങ്ങളുടെ കാര്യം മാത്രമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറയ്ക്കാനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നത്. ആർക്കുവേണ്ടിയും വക്കാലത്തിനില്ലെന്നും കടകംപള്ളിക്കും പ്രശാന്തിനുമെല്ലാം അറിയാമായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വിഷയത്തിൽ കോൺഗ്രസിനെതിരെ കടന്നാക്രമിച്ച കെ സുരേന്ദ്രൻ, നേതാവ് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് വിഗ്രഹ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ടെന്നും വിദേശത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ചു. അത് എവിടെ വേണമെങ്കിലും തെളിയിക്കാൻ തയ്യാറെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണം SIT നടത്തുന്നില്ല. കോൺഗ്രസ് നേതാക്കളായ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും ചോദ്യം ചെയ്യുന്നില്ല. സോണിയയുടെ മൊഴിയെടുക്കാൻ SITക്ക് തോന്നുന്നതുപോലുമില്ല. സോണിയയ്ക്ക് ഒരു നോട്ടീസെങ്കിലും അയക്കട്ടെ. നിഷ്പക്ഷ അന്വേഷണമല്ല നടത്തുന്നത്. പിണറായി കള്ളക്കളി നടത്തുകയാണ്. ഹൈക്കോടതിയെ പോലും എല്ലാം SIT കാര്യങ്ങൾ അറിയിക്കുന്നില്ല. സത്യം തെളിഞ്ഞാൽ നേതാക്കൾ കുടുങ്ങുമെന്നത് യാഥാർത്ഥ്യമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.